ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നിലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. ഇന്ന് നമുക്ക് ഫോട്ടോഷോപ്പിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് അഡോബിൻ്റെ ഫോട്ടോഷോപ്പ്. നമുക്ക് ഫോട്ടോഷോപ്പ് എന്ന വാക്കിൽ തന്നെ ഉണ്ട് ആ സോഫ്റ്റ്വെയർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്, അല്ലേ? അപ്പോൾ ഫോട്ടോഷോപ്പ് എന്ന് വെച്ചാൽ ഒരു ഇമേജ് ക്രിയേഷൻ, ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതായത് ഫോട്ടോഷോപ്പിൽ നമുക്ക് ഇമേജുകളെ എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്തമായ ഗ്രാഫിക് ഡിസൈൻ ചെയ്യാനും നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, പ്രിൻ്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ കോമൺലി രണ്ട് ഗ്രാഫിക്സ് നമ്മൾ ഉപയോഗിക്കും. ഒന്ന് റാസ്റ്റർ ബേസ്ഡ് ഗ്രാഫിക്സ്, അതായത് അഡോബ് ഫോട്ടോഷോപ്പ്. രണ്ടാമതായിട്ട് നമ്മൾ വെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ്, വെക്ടർ ബേസിക് ഗ്രാഫിക്സ്, അതായത് അഡോബ് ഇല്ലുസ്ട്രേറ്റർ, അഡോബ് ഇൻഡിസൈൻ ആൻഡ് കോറൽ ഡ്രോ. ഓക്കെ, ഇനി എന്താണ് വെക്ടർ ഗ്രാഫിക്സ്, എന്താണ് റാസ്റ്റർ ഗ്രാഫിക്സ്? റാസ്റ്റർ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ അതൊരു റെസൊല്യൂഷൻ ബേസ്ഡ് ആണ്. ഓക്കെ, ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന റെസൊല്യൂഷൻ ബേസ്ഡ് ആണ്. എന്നാൽ വെക്ടർ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ അത് ലൈൻസ് ആൻഡ് കർവുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു വെക്ടർ ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അഡോബ് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഒരു പുതിയ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ന്യൂ ഡോക്യുമെൻ്റ് വിൻഡോ വരും. ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീഡിയംസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിൻ്റ് മീഡിയ, അതുപോലെ തന്നെ വെബ്, അതുപോലെ തന്നെ മൊബൈൽ. ഓക്കെ, സപ്പോസ് ഞാൻ പ്രിൻ്റ് മീഡിയ സെലക്ട് ചെയ്തു. പ്രിൻ്റ് മീഡിയ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ലേഔട്ടുകൾ നമുക്കിവിടെ കാണാം. ഇപ്പോൾ ലെറ്റർ സൈസ് ലേഔട്ട് ഉണ്ട്, ടാബ്ലോയിഡ് ലേഔട്ട് ഉണ്ട്, A4 സൈസ്, അതുപോലെ തന്നെ A5, അങ്ങനെ ഡിഫറെൻ്റ് രീതിയിലുള്ള ലേഔട്ടുകൾ നമുക്ക് പ്രിൻ്റ് മീഡിയയിൽ കാണാം. അതുപോലെ തന്നെ ഞാൻ ഒരു മൊബൈൽ ആപ്പാണ് ഡിസൈൻ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് മൊബൈൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊബൈൽ ഡിവൈസുകളുടെ വിഡ്ത്തിലുള്ള ലേഔട്ടുകൾ നമുക്കിവിടെ കാണാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പ്രിൻ്റ് മീഡിയയാണ് സെലക്ട് ചെയ്യുന്നത്. പ്രിൻ്റ് മീഡിയ സെലക്ട് ചെയ്ത് ഞാൻ A4 സൈസ് എന്ന ലേഔട്ടാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ. എനിക്ക് A4 സൈസ് ലേഔട്ടാണ് ഞാൻ ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ A4 സൈസ് ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്തു. A4 സൈസ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ എൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് പാനൽസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് കാണുന്നത് നമുക്ക് മെഷർമെൻറ്റ് പാനലാണ്. ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ് പാനൽ. ഞാൻ A4 സൈസ് എടുക്കുന്നത് പ്രിൻ്റ് മീഡിയയിലേക്കാണ് ഞാൻ A4 സൈസ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എനിക്ക് സെൻറ്റിമീറ്റേഴ്സ് മതി. ഓക്കെ, ഇനി അഥവാ എനിക്ക് സെൻറ്റിമീറ്റേഴ്സ് വേണ്ട, ഇഞ്ചസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇഞ്ചസ് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ ചോയ്സിനനുസരിച്ചിരിക്കും, നമ്മുടെ വർക്ക് ചെയ്യുന്ന ലേഔട്ടിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചിരിക്കും. മെയിനായിട്ട് ഞാനിവിടെ സെൻറ്റിമീറ്റേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് എൻ്റെ മെഷർമെൻറ്റ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഓറിയൻറ്റേഷൻ, ആർട്ട് ബോർഡിൻ്റെ ഓറിയൻറ്റേഷൻ ഉണ്ട്. ആർട്ട് ബോർഡ് നമുക്ക് പോർട്രേറ്റ് ആർട്ട് വർക്ക് വേണമെങ്കിൽ നമുക്ക് പോർട്രേറ്റ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ലാൻഡ്സ്കേപ്പ് ആർട്ട് വർക്കിന് വേണമെങ്കിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യാം. അത് നമ്മുടെ ഓരോരുത്തരെയും ആർട്ട് വർക്കിന് റിലേറ്റഡ് അനുസരിച്ചിരിക്കും നമ്മുടെ ഓറിയൻറ്റേഷൻ. ഓക്കെ, സപ്പോസ് എനിക്ക് ഓറിയൻറ്റേഷൻ ഞാൻ പോർട്രേറ്റ് സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇവിടെ റെസൊല്യൂഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫോട്ടോഷോപ്പ് എന്ന് വെച്ചാൽ അത് റെസൊല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള റാസ്റ്റർ ഗ്രാഫിക്സ് ആണ്. മനസ്സിലായില്ലേ? നമ്മൾ റെസൊല്യൂഷൻ കൂടുന്നതനുസരിച്ചായിരിക്കും ആർട്ട് വർക്കിൻ്റെ ക്വാളിറ്റി കൂടുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കോമൺലി നമ്മൾ ഒരു പ്രിൻ്റ് വർക്കുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന 300 റെസൊല്യൂഷനാണ്. നമ്മൾ പ്രിൻ്റ് മീഡിയയിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റെസൊല്യൂഷൻ 300 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ 300 റെസൊല്യൂഷൻ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന കളർ മോഡാണ്. നമുക്കിവിടെ കളർ മോഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി കളർ മോഡ് വരും. നമുക്ക് ഗ്രേ സ്കൈ കളർ മോഡ് ഉണ്ട്, RGB കളർ മോഡ് ഉണ്ട്, അതുപോലെ തന്നെ CYMK കളർ മോഡ്. ഞാനിവിടെ RGB കളർ മോഡ് സെലക്ട് ചെയ്തു. ഓക്കെ, എന്തിനാണ് നമ്മൾ RGB എന്ന് വെച്ചാൽ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഓക്കെ, ഈ RGB കളർ മോഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് ബ്രോഡ്കാസ്റ്റിങ്ങിന് അതുപോലെ തന്നെ നമ്മൾ വെബ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ RGB കളർ മോഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫിലിമിലേക്കുള്ള വർക്കുകൾ ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോയിലേക്ക് നമ്മൾ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ RGB കളർ മോഡ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ സപ്പോസ് ഞാനിനി ഒരു പ്രിൻ്റ് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ CYMK കളർ മോഡ് സെലക്ട് ചെയ്യും. ഓക്കെ, സിയാൻ, മജന്ത, യെല്ലോ ആൻഡ് ബ്ലാക്ക്, അതാണ് നമ്മൾ CYMK കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഇവിടെ 8 ബിറ്റ്, നമ്മൾ നോർമൽ ഗതിയിൽ നമുക്ക് 8 ബിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടൻസ്, നമുക്കിവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആവണം. കോമൺലി നമ്മളെല്ലാവരും സെലക്ട് ചെയ്യുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ സ്ക്വയർ പിക്സൽസ് ആസ്പെക്ട് റേഷ്യോ നമുക്ക് സ്ക്വയർ പിക്സൽ തന്നെ മതി. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്,
അപ്പോൾ ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ രണ്ട് തരത്തിലുള്ള ഗ്രാഫിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഒന്ന് റാസ്റ്റർ ഗ്രാഫിക്സ്, അതുപോലെ തന്നെ വെക്ടർ ഗ്രാഫിക്സ്. ഓക്കെ, എന്താണ് റാസ്റ്റർ ഗ്രാഫിക്സ് എന്ന് നോക്കാം. റാസ്റ്റർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ ബേസ്ഡ് ആണ്. ഓക്കെ, എന്താണ് റെസൊല്യൂഷൻ? റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ഇമേജിൻ്റെ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ അതൊരു ഹൗ മെനി പിക്സൽസ് ആർ ഡിസ്പ്ലേഡ് പെർ ഇഞ്ച് ഓഫ് ആൻ ഇമേജ് കോൾഡ് ഇറ്റ്സ് റെസൊല്യൂഷൻ. അതായത് ഒരു ഇമേജിൽ ഒരു ഇമേജിൻ്റെ ഒരു സ്ക്വയർ ഇഞ്ചിൽ എത്രത്തോളം പിക്സൽസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അതാണ് ആ ഇമേജിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഒരു ഇമേജ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഞാനിവിടെ തന്നെ സൂം ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഞാനിത് സൂം ചെയ്യാണ്. കണ്ടോ, നമ്മൾ ഇമേജ് സൂം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ചെറിയ ചെറിയ സ്ക്വയേഴ്സ് കണ്ടില്ലേ? ഈ സ്ക്വയേഴ്സിനെയാണ് നമ്മൾ പിക്സൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 1 ഇഞ്ച് സ്ക്വയറിൽ എത്രത്തോളം പിക്സൽ അടങ്ങിയിട്ടുണ്ടോ ആ പിക്സൽസ് ആണ് ആ ഇമേജിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതിനാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസൊല്യൂഷൻ ബേസ്ഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ റെസൊല്യൂഷൻ ബേസ്ഡ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇമേജ് നമ്മൾ പരമാവധി മാക്സിമൈസ് ചെയ്യുന്നതോളം അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കുറയും. ഓക്കെ, അത് റെസൊല്യൂഷൻ ബേസ്ഡുള്ള ഗ്രാഫിക്സിൻ്റെ ഒരു ന്യൂനതയാണ്, ഒരു ദോഷമാണ്. നമ്മൾ എത്രയോളം അതിൻ്റെ മാക്സിമൈസ് ചെയ്യുന്നു അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കുറയും. ഇനി നമുക്ക് എന്താണ് വെക്ടർ ഗ്രാഫിക്സ് എന്ന് നോക്കാം. ഞാനിവിടെ അഡോബ് ഇല്ലുസ്ട്രേറ്റർ സോഫ്റ്റ്വെയർ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അഡോബ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ദയവായി അഡോബ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ ആ ട്യൂട്ടോറിയൽ കൂടി ഒന്ന് പഠിക്കുക. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒരു സർക്കിൾ എടുത്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാനിത് ജസ്റ്റ് മാക്സിമൈസ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ഇതിൻ്റെ സൂം ടൂൾ എടുത്ത് ഞാൻ മാക്സിമൈസ് ചെയ്യും. കണ്ടില്ലേ? ഓക്കെ, ഇത് ഞാൻ പരമാവധി ഈ ഒരു ഓബ്ജക്റ്റ് ഞാൻ മാക്സിമൈസ് ചെയ്തു. പക്ഷേ എന്നാലും നമുക്ക് ഈ ഓബ്ജക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് ലെസ് ആവുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വെക്ടർ ഗ്രാഫിക്സ് ഓബ്ജക്റ്റുകൾ വെക്ടർ ഗ്രാഫിക്സ് ഓബ്ജക്റ്റിൽ എന്ന് വെച്ചാൽ അത് റെസൊല്യൂഷൻ ബേസ്ഡ് അല്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്തോരം അതിൻ്റെ സൈസ് മാക്സിമൈസ് ചെയ്താലും അതിൻ്റെ ക്വാളിറ്റി ലെസ് ആവുന്നില്ല. ഇതാണ് നമ്മുടെ റാസ്റ്റർ ഗ്രാഫിക്സും അതുപോലെ തന്നെ വെക്ടർ ഗ്രാഫിക്സും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ലോഗോസ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ റാസ്റ്റർ വെക്ടർ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, എക്സാമ്പിൾ അഡോബ് ഇല്ലുസ്ട്രേറ്റർ, കോറൽ ഡ്രോ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ടു ഫോട്ടോഷോപ്പ് എന്ന ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ തൊട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ടൂളുകളെക്കുറിച്ചും അതിൻ്റെ ഇൻ്റർഫേസുകളെക്കുറിച്ചും നമുക്ക് പഠിക്കാം. സോ എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, കമൻറ്റ് ആൻഡ് ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്യൂട്ടോറിയലിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ, ബൈ.